ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPMൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് നടത്തിയ ഒരു പത്രസമ്മേളനം കാണാനിടയായി. അദ്ദേഹം അതിൽ ഒരുപാട് വിശകലനങ്ങൾ നടത്തിയ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായി പറഞ്ഞ ഒരു സംഗതി, ലീഗും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം കൂടെ ചേർന്ന് മുസ്ലിം വോട്ടുകളെ എങ്ങാണ്ടോട്ടങ്ങ് കൊണ്ടുപോയി. ഈഴവ വോട്ടുകളിൽ കുറച്ച് വോട്ടുകൾ BJPയിലേക്ക് പോയി, അതല്ലാതെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പോയി. എൻ്റെ ഗോവിന്ദ മാഷേ, ഇങ്ങനെ കോമഡി പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കരുത്. ഈ ജമാഅത്ത് ഇസ്ലാമിക്കൊന്നും മുസ്ലിം സമുദായത്തിൽ ഇല്ലാത്ത ഒരു സ്വാധീനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. SDPIക്കും ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ച് വോട്ട് ചെയ്തതെന്നും അതിൻ്റെ കാരണം എന്താണെന്നുമുള്ളതിനെ സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തി സ്വയം തിരുത്തി വളരെ ശക്തിയോടെ പാർട്ടിയും മുന്നണിയും ഒക്കെ നിലനിൽക്കേണ്ടതാണ് ആവശ്യം. ഇത് പുറമേ പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, അകത്തും ഇതുപോലെ പറഞ്ഞാണ് പിരിഞ്ഞതെങ്കിൽ യാതൊരു രക്ഷയും ഉണ്ടാവില്ല നിങ്ങളുടെ വിലയിരുത്തലിന്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ എങ്ങോട്ട് മാറിയാലും ആ മാറിയതിനെല്ലാം വളരെ പെട്ടെന്ന് ഒരു വർഗീയ ചുവ നൽകി ചില ചേരുവകൾ അതിനുള്ളിലേക്ക് ചേർക്കാറുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ പലയിടങ്ങളിലും രാഷ്ട്രീയമായും സാഹചര്യവശാലുമൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കൃത്യമായി UPA നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ അതേ മുസ്ലിം വോട്ടുകൾ തിരിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വളരെ വ്യക്തമായി നൽകി. അവിടെ ജാതിയും മതവും ഒന്നും നോക്കിയല്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത്, പേര് നോക്കിയുമല്ല. അന്നും ഈ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ലീഗുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുള്ളപ്പോൾ തന്നെയാണ് 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വന്നത്. അന്നും ഇതുപോലൊരു പ്രചാരവേല അഴിച്ചുവിട്ടിരുന്നു. അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ് അത് പറഞ്ഞത്. അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് കേരളം ഭരിക്കാൻ പോകുന്നെന്ന്. എന്ന് വെച്ചാൽ ഈ മുസ്ലിം സമുദായത്തെ യഥാർത്ഥത്തിൽ ആവേശകരമായ അർത്ഥശൂന്യമായ അജണ്ടകൾ നൽകി വികാരം കൊള്ളിക്കുകയും എന്നാൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വളരെ പെട്ടെന്ന് വർഗീയവൽക്കരിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ചെയ്യുന്ന ഈ കൗശലം, അത് ഈ സംസ്ഥാനത്ത് അപകടകരമായ കൗശലമാണ്. മാഷാ അല്ലാ പോലെ, കാഫിർ പ്രയോഗം പോലെ ഒക്കെയുള്ള അപകടകരമായ കൗശലം. യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ മാഷ് ചെയ്യേണ്ടത് അങ്ങയോടൊപ്പം നിൽക്കുന്ന കാന്തപുരം സുന്നികളോട് തന്നെ ഒന്ന് ചോദിക്കുക, ജമാഅത്ത് ഇസ്ലാമിക്ക് അത്രമേൽ സ്വാധീനം മുസ്ലിം സമൂഹത്തിലുണ്ടോ എന്ന്. അവരൊരു വെൽഫെയർ പാർട്ടിയും കൊണ്ട് എത്രയോ നാളായി പ്രവർത്തിക്കുന്നു, പല രൂപത്തിലും ഭാവത്തിലും. അതുപോലെ തന്നെ SDPIയുടെ ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടുള്ളവർ പോലും രംഗത്ത് വരാതെയും മാറി നിന്നും ആരും അതാണെന്ന് പ്രകടിപ്പിക്കാതെയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്ത് അവരുടെ അജണ്ടകൾ പോലും ഒരു കാലത്ത് മുസ്ലിം സമൂഹം പിന്തുണച്ചിട്ടില്ല. അങ്ങനെ പിന്തുണച്ചുവെങ്കിൽ 10, 35, 40% മുസ്ലിം സമൂഹമുള്ള മണ്ഡലങ്ങളിൽ അവർക്ക് കിട്ടുന്നത് 8,000, 7,000, 10,000 വോട്ടിൽ താഴെയാണ്. എന്തേ കാര്യം? അതുകൂടാതെ ഈ SDPI അടക്കമുള്ള സംഗതികളോടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നവരാണ് ലീഗുകാർ അവരുടെ സ്ഥലങ്ങളിൽ. എന്നിട്ടും ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് വെച്ച് ഒരു സംഗതി അങ്ങ് പറയുകയാണ്. ആലപ്പുഴയിലെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വ്യത്യാസം അതൊക്കെ ഗോവിന്ദമാഷ് നോക്കണ്ടേ? അവിടെ പറയുമ്പോൾ കുറച്ചുകൂടി ഈ ചേരുവകളൊന്നും ഇല്ലാതെ കുറച്ചോട്ട് അങ്ങോട്ട് പോയി, കുറച്ചോട്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ BJPയിലേക്ക് വോട്ടൊഴുക്കി കൊണ്ടുപോകുന്ന സംഘടനകൾ ഇന്നതാണെന്നും അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്ന ആനുകൂല്യങ്ങൾ വാങ്ങിച്ചിട്ടാണ് ഈ ഒഴുക്കിക്കൊണ്ടു പോകുന്നതെന്നും പറയാൻ ഗോവിന്ദമാഷിന് ധൈര്യമുണ്ടോ? മുസ്ലിം സമുദായത്തെയും അങ്ങനെയുള്ളവരെയും ഇങ്ങനെയൊക്കെ ചേർത്ത് വട്ടം കറക്കി വർഗീയതയും പ്രതിലോമ ശക്തികളും പിന്തിരിപ്പൻ വാചകവും ഒക്കെ ചേർത്ത് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നുമല്ല വിലയിരുത്തേണ്ടത്. ജനങ്ങൾ വ്യത്യസ്തമായി വോട്ട് ചെയ്തു, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പദവികളും ഒക്കെ നൽകി കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ നിങ്ങളെ ചതിക്കുകയും ചെയ്തു. ആവേശം നൽകി കൊണ്ടു നടക്കുന്നവർ ചില സന്ദർഭങ്ങളിൽ ആവേശം ശരിയല്ലെന്ന് തോന്നി മറിച്ചും തിരിച്ചുമൊക്കെ ചെയ്യാം. ഇതങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലാണ് അത്യാവശ്യമായി വേണ്ടത്. ആ പരിശോധനയും അന്വേഷണവുമാണ് യഥാർത്ഥത്തിൽ ഉത്തരം നൽകുക. അതല്ലാതെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് താത്വികമായ അവലോകനം ചെയ്ത് അതും ഇതും പറയുന്നത് കൊണ്ട് വലിയ ഫലമുണ്ടാവുകയില്ല എന്നതാണ് സത്യം. പാർട്ടി വേണമെങ്കിൽ മുന്നണിയും കേരളത്തിന് അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയണം.